ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന ആന ഒരു സാധാരണ ആനയായിരുന്നില്ല. ഈ ആന എങ്ങനെ ഗുരുവായൂരെത്തി? ഈ ആനയുടെ യഥാർത്ഥ പേരെന്ത്? ഈ ആന അവിടെ വരാനുള്ള സാഹചര്യം, അതിലേക്ക് നയിച്ച ഒരു കൂട്ടക്കുരുതി അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ കലാപം, അത് എന്തായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ ഗുരുവായൂര് കേശവന്റെ പ്രതിമ കാണാറുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പലർക്കും അറിയില്ല, കുറെ പേർക്ക് അറിയുന്നുണ്ടാകും. അപ്പോ ഇതൊരു കൗതുകമായിട്ടാണ് ഇതിന്റെ പുറകിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോവുമായിട്ട് ഇത് ബന്ധമുണ്ട്. ആ വീഡിയോ ഏതോന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഗുരുവായൂർ കേശവൻ എത്തുന്നത് ഒരു രക്തരൂക്ഷിതമായ ഒരു കലാപത്തിന്റെ അനന്തരഫലമായിട്ടാണ്. അത് അവിടേക്ക് ആന അവിടെ വരാനുള്ള സാഹചര്യം, യഥാർത്ഥത്തിൽ ഗുരുവായൂർ കേശവന്റെ പേരെന്ത്, അദ്ദേഹം ആ ആന എങ്ങനെ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട ആനയായി മാറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു എന്ന് മാത്രം. ചിലർക്ക് ഇത് പഴയ വിവരമായിരിക്കാം, മറ്റു ചിലർക്ക് പുതിയ വിവരമായിരിക്കാം. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹെൻഡ്ര കൾച്ച് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയുള്ള നിങ്ങളുടെ കമന്റുകളൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ന് ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വല്ലാതെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോ ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന ഈ ആനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ നിലമ്പൂർ കോവിലകത്തെ അന്നുണ്ടായ ഒരു കലാപത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ കലാപത്തിന്റെ ഒരു എങ്ങനെയാണ് നിലമ്പൂരിൽ നടന്ന കൂട്ടക്കുരുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കാരണം മറ്റുള്ളവർക്ക് ബോറടി ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ പശ്ചാത്തലം വല്ലാതെ പറയുന്നില്ല. അങ്ങനെ കലാപത്തിന്റെ രൂക്ഷമായ സമയത്ത് ഈ റോയൽ ഫാമിലി അവിടുന്ന് ചാലിയാർ പുഴയിലൂടെയാണ് രക്ഷപ്പെടുന്നത്. ഇത് ചാലിയാർ പുഴ, ഒരുപാട് കലാപങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഈ ചാലിയാർ പുഴയും ഈ ഒരു പലായനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിലമ്പൂർ കോവിലകം ആക്രമിച്ചപ്പോ ആ ആക്രമണത്തിൽ നിന്ന്, അതായത് ഈ കലാപകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാലിയാർ പുഴയില് അതിലൂടെ ഒരു മറച്ചു കെട്ടിയ തോണിയിലാണ് ഈ കോവിലകത്തുള്ള അല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങൾ രക്ഷപ്പെടുന്നത്. കലാപകാലത്തിന് ശേഷം നിർമ്മിച്ചതാണ് ഈ കോവിലകത്തിന്റെ ഈ മുൻകവാടം. അതിലെ ഒരു കുടുംബം കോഴിക്കോട് പന്നിയങ്കര താമസിച്ചു, മറ്റൊരു കുടുംബം തൃശ്ശൂര് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലും താമസിച്ചു. അപ്പൊ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അവരുടെ ചെലവുകളെല്ലാം വഹിച്ചിരുന്നത് കൊച്ചി രാജാവായിരുന്നു. അപ്പോ ഈ തൃശ്ശൂർ വെച്ചിട്ടാണ് മാനവിക്രമൻ, അന്നത്തെ രാജാവായിരുന്ന മാനവിക്രമൻ മരണപ്പെടുന്നത്. തീപിടുക എന്നാണോ മരണപ്പെടുക എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. മാനവിക്രമൻ തിരുമുൽപ്പാട് അദ്ദേഹം. അപ്പൊ അതിനുശേഷം പിന്നീട് രാജാവായി വരുന്നത് മാനവേദനാണ്. അപ്പോ അവിടെ അന്നത്തെ കാലത്ത് അവരുടെ കഷ്ടകാലം അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഈ മാനവേദന്റെ സഹോദരി അല്ലെങ്കിൽ തമ്പുരാട്ടി എന്ന് പറയാം, അവര് ഗുരുവായൂരപ്പന് ഒരു നേർച്ച നടന്നു. തന്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് ഞാൻ ഒരു ആനയെ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അവര് ദൈവത്തിന് പ്രാർത്ഥിച്ചു. അങ്ങനെ കലാപം കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ അതൊക്കെ കൺട്രോൾ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം 1 ലക്ഷം രൂപയോളം കൊച്ചി രാജാവ്, അതായത് രാമവർമ്മയാണ്, അദ്ദേഹം ചിലവാക്കി കഴിഞ്ഞിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്.
അപ്പൊ അദ്ദേഹം ഈ 1,00,000 രൂപ എഴുതിത്തള്ളാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷെ അഭിമാനിയായ മാനവേദൻ തിരുമുൽപ്പാട് അല്ലെങ്കിൽ രാജാവ് അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. അപ്പൊ അത് വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു തീരുമാനമാണ് എടുക്കുന്നത്. അന്ന് നിലമ്പൂര് ഒരുപാട് 75ഓളം ആനകൾ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ആനകളുടെ എണ്ണം നോക്കിയിട്ടാണ് പ്രതാപമൊക്കെ നിശ്ചയിക്കുന്നത്. 75ഓളം ആനകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം പ്രതാപത്തിലായിരുന്നു നിലമ്പൂർ കോവിലകം ഉണ്ടായിരുന്നതെന്ന് ഊഹിക്കാൻ കഴിയും. പിന്നീട് പ്രധാനമായിട്ടും ഇവയെ ഈ നിലമ്പൂർ കാടുകളിലെ മരം പിടിക്കാനും അമ്പലങ്ങളിലെ എഴുന്നള്ളത്തിനും സവാരിക്കൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് വലിയ ചെലവായിരിക്കും. അങ്ങനെ തേക്കിൻകാട് വെച്ച് ഈ ആനകളെ ലേലം ചെയ്ത് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ കടം വീടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ തമ്പുരാട്ടി തന്റെ ഉള്ളിലുണ്ടായ തന്റെ ഇംഗിതം അറിയിക്കുന്നത്. ഇങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ട്, അപ്പൊ ഏതെങ്കിലും ഉപയോഗമില്ലാത്ത ഒരു ആനയുണ്ടെങ്കിൽ ആ ആനയെ ഗുരുവായൂരപ്പന് നടയിരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മാനവേദൻ രാജാവ് അദ്ദേഹം ഈ മാതംഗ ഹൃദയമൊക്കെ പഠിച്ച ആളാണ്. മാതംഗ ഹൃദയം എന്ന് പറയുന്നത് ആനയുടെ മനഃശാസ്ത്രവും മറ്റു കാര്യങ്ങളും അത് സംസ്കൃതത്തിലാണ്. അതൊക്കെ നന്നായി കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂരപ്പന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ആനയൊന്നും കൊടുക്കാൻ പറ്റില്ല, നല്ല ലക്ഷണം മൊത്തം ഒരു ആനയെ കൊടുക്കണം. അങ്ങനെ അദ്ദേഹം നോക്കി അവസാനം ഒരു ആന അദ്ദേഹം കണ്ടെത്തി. ആ ആനയുടെ പേര് എവറസ്റ്റ് എന്നായിരുന്നു. എവറസ്റ്റിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സാധാരണ ആനകളിൽ നിന്ന് പാപ്പാനെ അനുസരിക്കുന്നതിലും പിന്നെ ചില വിശേഷ ബുദ്ധി ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് തമ്പുരാൻ ഈ ആനയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. കാരണം അന്ന് ഈ നിലമ്പൂർ ബ്രിട്ടീഷുകാരൊക്കെ വരുമ്പോൾ ബ്രിട്ടീഷ് ഓഫീസേഴ്സൊക്കെ വന്ന് സവാരിയൊക്കെ പോകുമ്പോൾ അവര് കുറെ ആനകൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അവർക്ക് വിളിക്കാൻ സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് നെയിമുകളൊക്കെയാണ് ഇട്ടിരുന്നത് ആനകൾക്ക്. അങ്ങനെയാണ് എവറസ്റ്റ്, എഡ്വേർഡ്, ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആനകളുടെ പേരുണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത് നല്ലൊരു ആന, നല്ല ലക്ഷണമൊത്ത ബുദ്ധിയുള്ള, അതുപോലെ ഒരു ഉപദ്രവവും ഇല്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന അന്ന് എവറസ്റ്റിന് 17 വയസ്സാണ്, അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ആനയെ തെരഞ്ഞെടുത്ത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടയിരുത്താൻ തീരുമാനം അറിയിക്കുകയാണ്. അങ്ങനെ 1944 ജനുവരി 4-നാണ് എവറസ്റ്റിന്റെ നടയിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. വളരെ ആഘോഷപൂർവമാണ് എവറസ്റ്റിന്റെ നടയിരുത്തൽ ചടങ്ങ് നടന്നത്. ആനകളെ പൊതുവെ ഉപയോഗമില്ലാതെ വരുമ്പോഴോ പ്രായം കൂടുതൽ വരുമ്പോഴോ ഇവയെ തീറ്റിപ്പോറ്റാൻ കഴിവില്ലാതെ വരുമ്പോഴോ ഒക്കെയാണ് ഓരോ വീട്ടുകാര് ആനയെ ഗുരുവായൂർ കൊണ്ടുവന്ന് നടയിരുത്തുക എന്നാണോ നട തള്ളുക എന്നാണോ കൃത്യമായി ആ വാക്കെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എവറസ്റ്റിന്റെ കാര്യം അങ്ങനെയല്ല. എവറസ്റ്റിന് അന്ന് ഈ 17 വയസ്സാണ്. നല്ല ചുറുചുറുക്കുണ്ടായിരുന്ന, നല്ല ആരോഗ്യമുണ്ടായിരുന്ന, ബുദ്ധിയുള്ള ഒരു ആനയായിരുന്നു എവറസ്റ്റ്. അതിനുശേഷം പുന്നത്തൂർ കോട്ട അല്ലെങ്കിൽ പുന്നത്തൂർ രാജാവിന്റെ അടുത്ത് നിന്ന് കുറച്ച് നെൽപ്പാടങ്ങൾ തിരുമുൽപ്പാട് ഇവര് വാങ്ങിച്ച് അത് ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ദേവസ്വത്തിന് കൊടുത്തു. ഈ എവറസ്റ്റിന്റെ ചെലവിന് വേണ്ടിയിട്ട്. ഈ ആന അസാമാന്യ ബുദ്ധി ഒക്കെ ഉള്ള ആനയായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു അഭിപ്രായം ഉയർന്നു വന്നു. കാരണം എവറസ്റ്റ് എന്ന പേര് ഒരു ഹിന്ദു നാമമല്ല, അത് അമ്പലത്തിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് യോജിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു ഹിന്ദു പേര് ഇടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നിലമ്പൂര് വന്നു, രാജാവിനെ കണ്ടു. ഇങ്ങനെ ഒരു ഇതെന്താ ഭക്തരുടെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ പേരൊന്ന് മാറ്റിയാൽ നന്നായിരുന്നു എന്ന് അവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ ദേവസ്വത്തിലുള്ളവരോട് തന്നെ നിങ്ങൾ തന്നെ ഒരു പേര് കണ്ടെത്തിക്കോ.
അങ്ങനെയാണ് ഗുരുവായൂർ കേശവൻ എന്ന പേര് കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഗുരുവായൂർ കേശവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 3.5 മീറ്റർ ഉയരമുണ്ട് ഈ ആനയ്ക്ക്. ഈ ആന എന്ന് പറയുന്നത് സാധാരണ ആനയായിരുന്നില്ല. അത് ആ ആന ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. പറഞ്ഞാൽ അനുസരിക്കുന്നത് മാത്രമല്ല, അതീവ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു, മനുഷ്യനേക്കാളും ബുദ്ധിശക്തി ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല ഗുരുവായൂരപ്പനോട് ഒരു പ്രത്യേക ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി ആ ആനയ്ക്കുണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതില് സിനിമയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്, പക്ഷെ യാഥാർത്ഥ്യവും ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ 1977 ആ സിനിമ പുറത്തിറങ്ങുന്നത്. 1976 തന്റെ 72ാമത്തെ വയസ്സിലാണ് ഗുരുവായൂർ കേശവൻ മരണപ്പെടുന്നു, അല്ലെങ്കിൽ ചെരിഞ്ഞു എന്ന് പറയാം. ഈ ആനയ്ക്ക് 72 വയസ്സ് തന്നെ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ചില ഡേറ്റുകൾ തമ്മിൽ പൊരുത്തപ്പെട്ട് കാണാനില്ല. കിട്ടിയ രേഖപ്രകാരമുള്ള വിവരമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ചില അത്ഭുത വിക്രിയകൾ അല്ലെങ്കിൽ അത്ഭുത ക്രിയകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം പതുക്കെ. അതായത് ഈ മരണത്തിന്റെ ദിവസം പോലും അതൊരു ഏകാദശി ദിവസമായിരുന്നു. അത് പരിപൂർണമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ജലപാനം ഒന്നുമില്ലാതെ, ഒരു ഭക്ഷണം പോലും തൊടാതെ നിരാഹാരം കിടന്ന് ാണ് ഏകാദശി ദിവസമാണ് അദ്ദേഹം അല്ലെങ്കിൽ ഈ ആന മരണപ്പെടുന്നത് അല്ലെങ്കിൽ ചെരിയുന്നത്. അപ്പോ ഈ ചെരിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂര് ക്ഷേത്രത്തിനെ നോക്കി തന്റെ തുമ്പിക്കൈ പൊക്കി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു പൊസിഷനിലാണ് ആ ആന മരണപ്പെടുന്നത്. അത് അത്രയും അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ അത്രമാത്രം ഡിവോഷൻ ആ ആനയ്ക്കുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഗുരുവായൂർ കേശവനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഗുരുവായൂർ ഗജരാജൻ എന്നൊക്കെയുള്ള പട്ടമൊക്കെ കൊടുത്ത് ഇപ്പോഴത്തെ ആ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി ഗുരുവായൂർ കേശവന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ പ്രതിമ കണ്ടപ്പോ ഇതിന് ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇത് എന്താണ് ഗജരാജൻ കേശവൻ, ഇതെന്താണ് ഈ ആനയ്ക്ക് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഒന്നും പറയാൻ അറിയില്ല, അതറിയില്ലേ ഇതറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇതിന്റെ കാര്യം കൃത്യമായിട്ട് പലർക്കും അറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോ ഇതൊക്കെയാണ് ഗുരുവായൂർ കേശവന്റെ വിശേഷം. അപ്പോ ഗുരുവായൂർ മലബാർ കലാപവും ഗുരുവായൂർ കേശവനും തമ്മിൽ ബന്ധമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെറിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോവുമായിട്ട് ഉടനെ വരുന്നതാണ്. അടുത്തതൊരു ചിലപ്പോൾ ഒരു പരമ്പര മാതിരിയുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.